ഡോക്ടർ, സാധാരണയായി ഇങ്ങനെ ഒരു സ്കാനിങ് മെഷീൻ ആയുർവേദ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. തീർച്ചയായും. ഇതിന് നമ്മളിവിടെ വിളിക്കുന്നത് സ്രോതോ തരംഗിണി എന്നാണ്. സ്രോതസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ചാനൽ അല്ലേ. ഇപ്പോൾ ചാനലിൻ്റെ ഒരു അസസ്മെൻ്റ് നടത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്കാനറാണ് ഈ ഒരു മെഷീൻ. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഡയബറ്റിസിൻ്റെ ഏറ്റവും ലൈക്ക് ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡയബറ്റിക് ന്യൂറോപ്പത്തിയാണ് അല്ലേ. അപ്പോൾ ഈ ന്യൂറോപ്പത്തി അസസ് ചെയ്യാൻ ഈ മെഷീൻ നമ്മളെ സഹായിക്കും. അതായത് നെർവിൻ്റെ ഫങ്ഷൻസ് എത്രത്തോളം ഹാമ്പേർഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതുമൂലം തന്നെ നമുക്ക് ഇപ്പം സിവിയർ, മോഡറേറ്റ് അല്ലെങ്കിൽ ലെസ് ബിലോ ആവറേജ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റീഡിങ് വരിക. അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് ഇപ്പം ഡയബറ്റീസ് എക്സസീവായിട്ടുള്ള ഒരാൾക്ക്, ഭയങ്കരമായിട്ട് ബ്ലഡ് ഷുഗർ ലെവൽ കൂടി നിൽക്കുന്ന ഒരാൾക്ക്, കാലിന് തരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എത്ര മസാജ് ചെയ്ത് കഴിഞ്ഞാലും മാറാൻ. ചില ആൾക്കാർക്ക് നോർമലി എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിന് ഒരു മസാജ് തരിപ്പ് വരുമ്പം ആൾക്കാർ വന്ന് മസാജ് എടുക്കും. പക്ഷേ അത് ഡയബറ്റിക് കൂടി നിൽക്കുന്ന ഒരാൾക്ക് എത്ര മസാജ് എടുത്തു കഴിഞ്ഞാലും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റിലീഫ് കിട്ടണം എന്നില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മളടുത്തൊരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. അവരുടെ ഡയബറ്റിക് കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് അവർക്ക് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ദ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഈ സ്കോറിങ് ചെയ്യാൻ പറ്റും, ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ് നമുക്ക് സ്കോറിങ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു മെഷീൻ്റെ ഒരു ഉപയോഗം അതാണ്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്കുലാരിറ്റി അസസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം ഹൃദയവും ഈ ലോവർ ലിംബും തമ്മിൽ ദൂരം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ളതിന് പെരിഫറൽ ആർട്ടറി എന്നാണ് നമ്മൾ പറയുക. അപ്പം യൂഷ്വലി അങ്ങനെയുള്ള രക്തക്കുഴലുകൾക്ക് വരുന്ന ഒരു അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിഫറൽ ആർട്ടീരിയൽ ഡിസോർഡർ. പലരും ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് ആ ഒരു അസുഖം. പക്ഷേ ഇത് ഒരു കണ്ടീഷൻ നമുക്ക് ഇപ്പം എങ്ങനെ മിമിക് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിന് ചിലപ്പം വേദനയായിരിക്കാം, വെറും പ്ലെയിൻ ആയിട്ടുള്ളൊരു വേദന. അതിന് ആൾക്കാരെന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് മസാജ് എടുക്കാൻ തുടങ്ങും, അഭ്യംഗം ചെയ്യുന്നു, വേറെ അല്ലെങ്കിൽ കിഴി വെക്കുന്നു, ആളുകൾക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. നമുക്ക് തന്നെ ഇവിടെ ഈ ഒരു മെഷീൻ വന്നതിന് ശേഷം പല പേഷ്യൻസും വന്നിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് മുട്ടുവേദനക്കും കാലുവേദനക്കും ഈ തുടയിലെ മസിലിനൊക്കെ പെയിൻ ഉണ്ട്, അതുകൊണ്ട് മസാജ് എടുത്തിട്ടുണ്ട്, പക്ഷേ റിലീഫൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് വന്നിട്ടുണ്ട്. പക്ഷെ ഇവർക്കുള്ള അസുഖം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ പെരിഫറൽ ആർട്ടീരിയൽ ഡിസോർഡർ ആയിരുന്നു. അതിനൊരു സ്കോറിംഗ് ഉണ്ട് ശരിക്കും. ഇതെങ്ങനെ അസസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയിലേക്കും കാലിലേക്കും പോകുന്ന ബ്ലഡ് പ്രഷറിൻ്റെ ആനുപാതികത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വാല്യൂ കണ്ടെത്തുക. അപ്പോൾ ഇതൊരു പെർട്ടിക്കുലർ വാല്യൂവിൻ്റെ താഴെ ആകുമ്പം അതിന് പെരിഫറൽ ആർട്ടീരിയൽ ഡിസോർഡറിൻ്റെ ഉള്ള സാധ്യത കൂടുതലാണ്. ഞാൻ പറയുന്നു ഇതൊരു നോൺ ഇൻവേസീവ് ടെക്നിക്കാണ്. നമുക്ക് ഡയഗ്നോസിസ് പെർഫെക്റ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഇത് നമുക്ക് അടുത്ത ലെവൽ ഓഫ് ആർട്ടീരിയൽ സ്റ്റഡിക്കൊക്കെ നമുക്ക് പേഷ്യൻസിനെ റെഫർ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ക്ലിനിക്കിൽ, ഇപ്പോൾ ഒരു ആയുർവേദ ക്ലിനിക് ലെവലിലൊക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് വെറും മസാജിലൂടെ മാത്രം നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ആ സമയത്ത് നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ആർട്ടറിയിൽ ഉണ്ടായിരിക്കുന്ന ഇൻഫ്ലമേഷൻസും ബ്ലോക്കേജും മാറ്റാനുള്ള തരത്തിലുള്ള മരുന്നുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ പറ്റും. അടുത്ത ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പോഡോസ്കാൻ എന്ന് പറയും. പോഡോസ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബാലൻസ് രണ്ട് കാലിലും ബാലൻസ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും ആ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷനോ ആയിരിക്കണം നമ്മുടെ വെയിറ്റ്. പക്ഷെ ഇപ്പോൾ പല ആൾക്കാർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും കാലിലുണ്ടായിരിക്കുന്ന ഒരു യൂണിഫോമിറ്റി, ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒരിക്കലും യൂണിഫോം അല്ല. ഒരു കാലിൽ കൂടുതലായിരിക്കും, അടുത്ത കാലിൽ കുറവായിരിക്കും. അപ്പോൾ ഇത്തരം കണ്ടീഷനുകളിലൊക്കെ നമുക്ക് ബാക്ക് പെയിൻ വരാം, മുട്ടുവേദന വരാം, പ്ലാന്റാർ ഫേഷ്യേറ്റിസ് പോലുള്ള അസുഖങ്ങൾ വരാം. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളിപ്പം പല ചെരുപ്പിൻ്റെയൊക്കെ പരസ്യം കണ്ടിട്ടുണ്ട്, കറക്റ്റായിട്ട് സോള് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു ഗൈഡൻസ് ഒക്കെ നമുക്ക് ഈ പോഡോസ്കാൻ ടെസ്റ്റ് വഴി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു മൾട്ടി ടാസ്കിങ് മെഷീനാണിത് ശരിക്കും. അപ്പം ഈ ഒരു മെഷീൻ കൊണ്ട് തന്നെ നമുക്ക് 3 തരത്തിലുള്ള റിപ്പോർട്ട്സ് ലഭിക്കുന്നു ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ. സ്വാഭാവികമായിട്ടും ഈ ലോവർ ലിംബിലേക്കുള്ള പ്രശ്നങ്ങൾക്ക് എന്താണ് കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വേഗമായിട്ടുള്ള ഒരു ഐഡിയ പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുകയും അതുപോലെ തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ടൈലർ ചെയ്ത് കൊടുക്കാനും നമുക്ക് ഈ ഒരു മെഷീനെ കൊണ്ട് സാധിക്കും. ഡോക്ടർ, ഈ പ്രൊസീജിയർ ചെയ്യാൻ എത്ര ടൈം എടുക്കും? എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണോ, അതോ എന്തെങ്കിലും പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണോ നമ്മൾ മറ്റുള്ള സ്കാനൊക്കെ ചെയ്യുന്നത് പോലെ?
നമുക്ക് ഈ ഒരു 3 സ്കാനും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാർഡ്ലി ഒരു 15 മിനിറ്റ്സ് മാത്രമേ എടുക്കത്തുള്ളൂ. പിന്നെ ഇതൊരു പെയിൻഫുൾ കണ്ടീഷനോ പെയിൻഫുൾ പ്രൊസീജിയറോ അങ്ങനെയൊന്നും അല്ല. ഒരു സ്കാനിങ് പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ പ്രത്യേകിച്ച് പ്രിക്കോഷൻസും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്. നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രിക്കോഷനോ അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറോ അങ്ങനെയൊന്നും ഇല്ല ഇത്.